ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമുക്ക് ഓഫീസിൽ പോകാമെന്ന് കുഞ്ഞായിട്ട് ഒരുങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെറാണ് കേട്ടോ ഫസ്റ്റ് ഫേസിലിടുന്നത്. ഇത് ഡെർമാക്കോൻ്റെ ഒരു സെറാണ്. അതൊന്ന് ഭയങ്കരമായിട്ട് ഫേസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റാവാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ബോഡി ലോഷൻ ഇട്ട് കൊടുക്കുകയാണ്. ബോഡി ലോഷൻ കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വിഷ് കെയറിൻ്റെ ഒരു ബോഡി ലോഷനാണ് കേട്ടോ. ഇത് SPF പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. SPF 50 ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ആ പ്രൊട്ടക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിലിൽ നിന്നും ചെറുതായിട്ട്, ഭയങ്കര അധികമൊന്നും പറയണില്ല, ചെറുതായിട്ടൊരു പ്രൊട്ടക്ഷനൊക്കെ തരും. പിന്നെ നല്ല മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ, നല്ല മോയ്സ്ചറൈസിങ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീൻ പ്ലസ് ബോഡി ലോഷനാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്തോ കാര്യമായിട്ട് തരുന്നുണ്ട്. അത് നമ്മുടെ ഐബ്രോസ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ അതിൻ്റെ ഷാർപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, അതിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുകയാണ് ഐബ്രോസ്. അപ്പോൾ നമ്മൾ പുരികം ഷേപ്പ് ചെയ്യാത്തത് കാരണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. വരച്ച് കൊടുക്കണേക്കാൾ പെർഫെക്ഷൻ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും. അതായത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ ഐബ്രോസ്, അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസറും പിന്നെ സെറം ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാകും. ഒരു സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 ഫിംഗർ റൂളിലൊന്നുമല്ല, എൻ്റെ ഫേസിൽ ആവശ്യമുള്ള അത്രയും എടുക്കണം കേട്ടോ. ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഫേസിലും തേക്കും ഞാൻ, നെക്കിലും തേക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നല്ലതാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഓയിലി ആവും, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഈ ഓയിലി ആവണത് നമുക്കൊരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓയിലിനെസ്സൊക്കെ ഒന്ന് മാറും കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഗേൾസിനൊക്കെ പറ്റും, ബോയ്സിന് ചിലപ്പോൾ സെറ്റിംഗ് പൗഡറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് ഓക്കെ ആയിന്ന് വരില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പക്കായിട്ടിരിക്കും. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ, നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഞാനൊരു നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കറക്റ്ററും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ കണ്ടത്. നമുക്കൊരു അരമണിക്കൂറേ ഉള്ളൂ ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഓറഞ്ച് കറക്റ്റർ സെറ്റായിട്ട് അതിൻ്റെ മീതെ നമ്മളൊരു കൺസീലറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മേബലിൻ്റെ ഒരു കൺസീലറാണ്. ഇത് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു കൺസീലറാണ് കേട്ടോ. എനിക്ക് കുറച്ചൊരു പൊടിക്ക് ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. ഭയങ്കര പക്ക മാച്ചല്ല, എന്നാൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മാച്ചായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലിപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പിനൊരു ഡെഫിനിഷൻ കിട്ടും കേട്ടോ. നല്ലൊരു ലിപ്പ് ലൈനർ നോക്കി മേടിക്കുക കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ മാസിൻ്റെ ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ലിപ്പ് ലൈനേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ അതിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സുഡിയോൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. ഡീപ്പ് സ്കിന്നിന് ഭയങ്കര അടിപൊളിയാവും കേട്ടോ. അവർക്ക് എന്തായാലും നന്നായിട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാവും ഈ ഒരു ഷെയ്ഡ്. ഡീപ്പ് ടു ഡസ്കി സ്കിൻ ടോണിന് നല്ല അടിപൊളിയായിട്ട് ചേരും കേട്ടോ. നല്ല ഭംഗിയാണ്. ഡീപ്പ് സ്കിൻ ഇട്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനിത് കുറേ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മേടിച്ചിട്ടിട്ടും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്, കാരണം നമുക്ക് മിനിമലായിട്ട് മതി. നമ്മൾ ഓഫീസിലേക്കാണ് പോയതുകൊണ്ട് തന്നെ മിനിമലായിട്ട് മതി. അത് കഴിഞ്ഞിട്ട് കയ്യിലുള്ളതും ഞാനൊന്ന് നമ്മുടെ ഐലിഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഐലിഡിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനൊരു കോമ്പാക്ട് പൗഡറും ഈ ഒരു ബ്രഷും കൂടെ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രഷ് ഉണ്ടല്ലോ, ഞാനൊരു സെറ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങാണ്ടാണ് മേടിച്ചതെന്നാണ് തോന്നണേ. അപ്പോൾ അതൊരു സെറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ബ്രഷ് മേടിച്ചതാണ് കേട്ടോ. ഇതിലൊരു
ഒരു 3 ബ്രഷാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് പ്രയോജനമൊന്നും തോന്നിയിട്ടില്ല. ഫൗണ്ടേഷൻ ബ്രഷ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. പക്ഷേ പൗഡർ ബ്രഷ് കൊള്ളാം. പിന്നെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ട്, അതായത് നമ്മുടെ ഐ ഷാഡോ ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ട്. സ്മോക്കി ഐ ഒക്കെ ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് മാത്രമാണ് ബ്രഷ് യൂസ് ചെയ്യാറ്. ബാക്കി ബ്രഷൊന്നും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഐലൈനർ വെച്ചിട്ടാണ് പൊട്ടിട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്ക് തോന്നി കണ്ണും കൂടെ ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കണ്ണും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഭയങ്കര വലിയ ഡെക്കറേഷനൊന്നുമില്ല, ചെറുതായിട്ടൊരു ഒരു നോർമൽ രീതിയിൽ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് 2 കണ്ണും. ഇത് സ്റ്റുഡിയോൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 കുഞ്ഞി കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സെറ്റ് കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേഷ് കളറിലുള്ള ഒരു കുഞ്ഞി മൊട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. മുടി ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കുകയാണ്. അതായത് ഞാനിങ്ങനെ ചീക്കി വിടുന്നത്, അതായത് കോംബ് ചെയ്ത് വിടുന്നത്. എൻ്റെ മുടിയിൽ അത്ര ജടമൊന്നുമില്ല കേട്ടോ. ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ സെറക്കെട്ട് സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ജടമൊന്നും കെട്ടാറില്ല. ജസ്റ്റ് വെറുതെ 2 ക്ലിപ്പ് കുത്തി വെക്കുകയാണ് കേട്ടോ 2 സൈഡിലും. വലിയ ഇതൊന്നുമില്ല. പിന്നെ ഒരു ക്രാബും കൂടെ കുത്തി വയ്ക്കുന്നുണ്ട് ഒന്നുകൂടെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മുടി കെട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ID കാർഡും കൂടെ എടുത്തിടാം. ID കാർഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് റെഡി ആയിട്ടോ. ഓഫീസിൽ പോകേണ്ട രീതി റെഡിയായി, അതായത് ഓഫീസിൽ പോകാൻ ഒരുങ്ങണത് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിറക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കനുണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ മസ്കാര ഒന്നും വെച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു വാച്ചും കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ചോറും വെള്ളമൊക്കെ ഇതിൽ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന ഒരു